ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കാശ്മീരിൽ പാകിസ്ഥാൻ സ്പോൺസേഡായി നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഒരു കമൻ്റ് എഴുതിയ ഒരുത്തനെക്കുറിച്ച് എല്ലാവരും സാമൂഹ്യ മാധ്യമത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ പറയുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെ ഒരു കമൻ്റ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം എഴുതുമോ എന്ന് സംശയിച്ചിരുന്നു. മുഹമ്മദ് സനൂഫ് എന്നൊക്കെയായിരുന്നു അതിനകത്ത് അവനിട്ടിരുന്ന പേര്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ആരോ നല്ല ബുദ്ധിയുള്ളവർ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത ശേഷം ട്രാൻസ്ലേഷനിലിട്ട് അത് മാറ്റി പോസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇതിനു മുമ്പ് പാലായിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരാളിനെ കേരള പോലീസൊക്കെ വല വിരിച്ച് ഒറ്റാലി വെച്ചൊക്കെ തപ്പിയിരുന്നു. പക്ഷേ ആളിനെ കിട്ടിയില്ല. നമ്മൾ വിചാരിക്കും ഈ ആരിഫ് ഹുസൈനെ പോലെയൊക്കെയുള്ള ആളുകൾ കേരളത്തിലേ ഉള്ളൂ, മലയാളത്തിലേ ഉള്ളൂ എന്നൊക്കെ. അങ്ങനെയല്ല. മനുഷ്യർക്കിടയിൽ കന്നം തിരിഞ്ഞു പോകുന്ന, വകതിരിഞ്ഞു പോകുന്ന, സൃഷ്ടിവൈകല്യങ്ങൾ മൂലവും മറ്റു പല കാരണങ്ങളാലും ഇങ്ങനെയായി പോകുന്ന പലരും പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലും കാണും. പക്ഷേ നമ്മുടെ ഒരു വിചാരം ഇത് മലയാളത്തിലേ ഉള്ളൂ, ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന പൊന്നുമോൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. ആരിഫ് ഹുസൈനും ജാമിദയും രവിചന്ദ്രനും ലിയാഖത്തും ഒക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. സംഗതി ഇപ്പോൾ കാശ്മീർ പോലീസ് ഇവരുടെ 2-3 സഹോദരങ്ങളെ പൊക്കിയത് ഒരു വീഡിയോ കണ്ടിട്ടാണ്. അതായത് 22-ന് പഹൽഗാമിലുണ്ടായ ഈ സംഭവത്തെ വളരെ കടുത്ത ഭാഷയിൽ, അതായത് മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെ, കാശ്മീർ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെ വളരെ മാരകമായി പാകിസ്ഥാനെയുമൊക്കെ പിന്തുണച്ച് തങ്ങളുടെ പേരുകളെല്ലാം വെളിപ്പെടുത്തി ചില വീഡിയോകൾ ചെയ്യുകയുണ്ടായി. ആ ചെയ്ത വീഡിയോകൾ അവിടുത്തെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തവണത്തെ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? കാശ്മീരികൾ നിൻ്റെ ഒന്നും തെമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കില്ല എന്ന വലിയ ഒരു സന്ദേശമാണ് അവർ നൽകിയത്. ആ നൽകിയ സന്ദേശം അത് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവാണ് പാകിസ്ഥാന് ലഭിച്ചത്. ആ സന്ദർഭത്തിലാണ് ഇവരിത്തരമൊരു വീഡിയോയും കൊണ്ടുവന്നത്. ആ വീഡിയോ പരിശോധിച്ചപ്പോൾ ഇവർ 3 യൂട്യൂബർമാർ, സലീം വാസ്തിക്, ഇഹ്സാൻ, സമീർ, കാശ്മീർ കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇവർ വീഡിയോയൊക്കെ ആയിട്ട് എത്തിയത്. ഇവർ പരിശോധിച്ചപ്പോൾ ഇവർ 3 പേരും എക്സ് മുസ്ലിങ്ങളാണ്. എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് മുസ്ലിങ്ങളോടൊരു ബാധ്യതയും ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ ആരിഫിനെ പോലെ തീവ്ര ഹിന്ദുത്വക്കാരുടെ ഒരു ഹാൻഡിലാണ്, അവരുടെ ഒരു പെയ്ഡ് വേർഷനാണ്. ഏതായാലും എക്സിൽ ആ വീഡിയോയും കിടപ്പുണ്ട്. 3 പേരും അവസാനം മാപ്പ് പറഞ്ഞു. അതായത് ഞങ്ങൾ അറിയാതെ സംഭവിച്ചു പോയതാണ്, ഇനിമേലിൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ചെവിയിൽ പിടിച്ച് ഏത്തമിട്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. ആരെന്ത് എഴുതിയാലെന്ത്, അതൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ലെന്ന് കണ്ടെത്തും. അവർ സ്വതന്ത്രമായി മറ്റു പല പേരുകളിലും എഴുതിക്കൊണ്ടുമിരിക്കും.